ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ZigZag ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ചുടിദാറിൻ്റെയൊക്കെ സൈഡ് സ്ലിറ്റ് വളരെ ഫിനിഷിങ്ങോടുകൂടി എങ്ങനെയാണ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ബിഗിനേഴ്സിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചുടിദാറിൻ്റെ സൈഡ് സ്ലിറ്റും അതുപോലെ തന്നെ ചുടിദാറിൻ്റെ നെക്കും ഇത് രണ്ടും നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയാൽ മാത്രമേ ആ കുർത്തിക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്കത് വളരെ ഫിനിഷിങ്ങോടുകൂടി എങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ചുരിദാറിൻ്റെ ഹിപ്പ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹിപ്പിൻ്റെ അവിടെ എത്രയാണോ എക്സ്ട്രാ ലൂസിന് വേണ്ടിയിട്ട് എടുത്തത് അതവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ചിലർ 1 ഇഞ്ച് എടുക്കാറുണ്ട്, ചിലർ 2 ഇഞ്ച് ആയിരിക്കും, 1.5 അങ്ങനെ എത്രയാണോ നമ്മൾ എടുത്തത് അതവിടെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ 1.5 ഇഞ്ചാണ് ഹിപ്പിൻ്റെ അവിടെ നിന്നും ലൂസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 മാർക്കിങ് ചെയ്തെടുത്തു. അതിനുശേഷം താഴെ നമ്മുടെ ചുടിദാറിൻ്റെ ബോട്ടം സൈഡിലും എത്രയാണോ ലൂസിനെടുത്തത് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ 2 ആണെങ്കിൽ 2 മാർക്ക് ചെയ്യുക. അപ്പോൾ 1.5 ആണ് ഞാൻ എടുത്തേക്കുന്നത്, അത് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ ലൈൻ 2 ലൈനും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. സ്ട്രൈറ്റ് ലൈൻ വരച്ചതിന് ശേഷം ആ ലൈനിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 1.5 എടുക്കുമ്പോൾ വളരെ വീതിയിലാണ് അതിൻ്റെ സ്ലിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും വീതിയിലുള്ള സ്ലിറ്റ് ആവശ്യമില്ല, ഒരു 1 ഇഞ്ചിൻ്റെ ഒരു സ്ലിറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈനിൽ നിന്നും ഒരു 1 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 2 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിലും അവിടെ നിന്നും ആ ലൈനിൽ നിന്നും ഒരു 1 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്യുക. അതിനുശേഷം അതൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ആ ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം ഈ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിലും ഇതേ മെഷർമെൻറ്റിൽ 1 ഇഞ്ചിൽ നമുക്കൊരു മാർക്കിംഗ് അടയാളപ്പെടുത്തിയതിന് ശേഷം അതും ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഈ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നത് നമുക്ക് 2 സൈഡും ഒരേ അളവിൽ സ്ലിറ്റ് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നത്. കാരണം നമ്മൾ ഈ ലൈനിൽ കൂടിയാണ് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കുർത്തിയുടെ 2 സൈഡിലും ഞാൻ ഇതുപോലെ 1 ഇഞ്ചിലൊരു മാർക്കിംഗ് അടയാളപ്പെടുത്തി. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് താഴെ നിന്നും ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഹിപ്പിൻ്റെ അവിടെ വച്ചിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ബാക്ക് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ചുരിദാറിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റത്തുകൂടി വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിച്ചൊന്നും പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത്, പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈനിങ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ചുരിദാറാണെങ്കിൽ ലൈനിങ്ങും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് അതൊന്ന് ആ ലൈനിൽ കൂടി മടക്കിയിട്ട് അറ്റത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ വന്നിട്ട് നീഡിലൊന്ന് കുത്തി നിർത്തുക. കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ചെടുത്തിട്ട് നമുക്ക് അതുപോലെ തന്നെ ആ 1 ഇഞ്ച് ലൈനിട്ട് ആ മാർക്കിങ് കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് താഴെ വരെ ആ അറ്റത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കുർത്തിയുടെ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും താഴത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരറ്റത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുർത്തിയുടെ താഴ്ഭാഗത്തു നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇതും വലിച്ചൊന്നും പിടിക്കാതെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഹിപ്പിൻ്റെ അവിടെ വരുമ്പോൾ നീഡിലൊന്ന് കുത്തി നിർത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വേണം എടുക്കുവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഹിപ്പിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ നീഡിലൊന്ന് കുത്തി നിർത്തുക. കുത്തി നിർത്തിയതിന് ശേഷം അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് വരിക. അത് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ കുർത്തിയുടെ സ്ലിറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വളരെ ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡും ഒരേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഇതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് നല്ല ഫിനിഷിങ്ങിൽ കൂടി തന്നെ നമുക്ക് ചുരിദാറിൻ്റെ സ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചുരിദാറിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ മെഷർമെൻ്റ് എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.